ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച് എന്നുള്ള യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. SSLC ബുക്കിലെ പാർട്ട് 1 ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി, എ പീസ് ഓഫ് സ്ട്രിംഗ് ബൈ ഗീത മുപ്പസാൻഡ്. Before moving to the short story, let us discuss about the author. Guy de Maupassant, 1815 to 1893, was a French author celebrated as a master of short story. അപ്പോൾ അദ്ദേഹം ഒരു ഫ്രഞ്ച് ഓതറാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മാസ്റ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. He has written over 300 short stories, 6 novels, 3 travel books and a volume of verse. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് 300ഓളം ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, 6 നോവൽസ് ഉണ്ട്, 3 ട്രാവൽ ബുക്സ് ഉണ്ട്, അതുപോലെ തന്നെ എ വോള്യൂം ഓഫ് വേർഡ്സ്, മീൻസ് എ കളക്ഷൻ ഓഫ് പോംസ്. Maupassant was the subject of one of the Leo Tolstoy's essays on art, the work of Guy de Maupassant. ലിയോ ടോൾസ്റ്റോയുടെ എസ്സേയുടെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു മുപ്പാസാന്റ്. ആ എസ്സേയുടെ പേര് ദ വർക്ക് ഓഫ് ഗി ദ മുപ്പാസാന്റ്. ദ ഡയമണ്ട് നെക്ലേസ് ഇസ് വൺ ഓഫ് ദി മുപ്പാസാന്റ്സ് ബെസ്റ്റ് നോൺ സ്റ്റോറീസ്. അപ്പോൾ ഡയമണ്ട് നെക്ലേസ് എന്നുള്ള സ്റ്റോറി മുപ്പാസന്റിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന സ്റ്റോറിയാണ്. So this is all about the author. Now let us move to the short story. Let's read and reflect. The story War reveals how war shatters the heart of affected families. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച വാർ എന്നുള്ള സ്റ്റോറി എന്താണ് നമുക്ക് പറഞ്ഞിരുന്നത്? ഷാറ്റേഴ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തകർക്കുക. ഈ വാർ കാരണം എഫക്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ഫാമിലീസിനെ എത്രത്തോളം അത് തകർത്തിട്ടുണ്ട് എന്നുള്ള സ്റ്റോറിയാണ് നമ്മൾ വാറിലൂടെ പഠിച്ചത്. നൗ തിങ്ക് അബൌട്ട് ഹൗ ഇറ്റ് വുഡ് ഫീൽ ടു ബി മിസ്അണ്ടർസ്റ്റുഡ് ഓർ റോങ്ലി ജഡ്ജ്. അപ്പോൾ ഇനി നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്, എങ്ങനെയായിരിക്കും മറ്റൊരു വ്യക്തി നമ്മളെ തെറ്റിദ്ധരിച്ചാൽ, നമ്മൾ ചെയ്തൊരു പ്രവൃത്തിനെ തെറ്റിദ്ധരിച്ചാൽ എങ്ങനെയായിരിക്കും, അതിനെ തെറ്റായിട്ട് അയാൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഹൗ വുഡ് യു റിയാക്ട് ഇഫ് യുവർ ഹോണസ്റ്റി ഈസ് ക്വസ്റ്റ്യൻഡ്? നിങ്ങളുടെ സത്യസന്ധതയെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കും? ലെറ്റ്സ് റീഡ് എ പീസ് ഓഫ് സ്ട്രിംഗ് ബൈ ഗി ദി മുപ്പാസന്റ്, എ സ്റ്റോറി ദാറ്റ് ഡിപിക്ട്സ് ദ പെയിൻ ഓഫ് ബീയിങ് ഫോൾസ്ലി അക്യൂസ്ഡ്. അപ്പോൾ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് എ പീസ് ഓഫ് സ്ട്രിംഗ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി ചിത്രീകരിക്കുന്നത്, ഡിപിക്ട്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ചിത്രീകരിക്കുക. ഒരാളുടെ പേരിൽ കള്ളക്കേസ് ചുമത്തിയാൽ അത് എത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത്. എ പീസ് ഓഫ് സ്ട്രിംഗ് ബൈ ഗി ദി മുപ്പാസന്റ്. Along all the road around Goderville, the peasant and their wives were coming to the town because it was market day. പെസന്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കൃഷിക്കാർ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കൃഷിക്കാരും അവരുടെ ഭാര്യമാരും ടൗണിലോട്ട് വരികയാണ് കേട്ടോ. Some led a cow or a calf by a cord, and their wives, walking behind the animal, whipped it with a leafy branch to hasten its progress. Calf means പശുക്കിടാവ്, കോഡ് എന്ന് വെച്ചാൽ ചരട്, അതുപോലെ തന്നെ ഹേസൺ മീൻസ് പെട്ടെന്ന് വേഗത്തിലാവുന്നതിനാണ് ഹേസൺ എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ചിലരൊക്കെ പശുവിനെ അല്ലെങ്കിൽ പശുക്കിടാവിനെ ഒരു ചരട് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, അതായത് ഒരു കയർ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ആൻഡ് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരും അവരുടെ കൂടെ ഉണ്ട്. വാക്കിംഗ് ബിഹൈൻഡ് ദി അനിമൽ, ആ മൃഗത്തിൻ്റെ പിന്നിലാണ് ഈ ഭാര്യമാർ നടക്കുന്നത്. വിപ്ഡ് ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച് ടു ഹേസൺ ഇറ്റ്സ് പ്രോഗ്രസ്. അപ്പോൾ അതിൻ്റെ നടത്തം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഇലക്കൊമ്പ് വെച്ചിട്ട്, ലീഫി ബ്രാഞ്ച് മീൻസ് ഇലക്കൊമ്പ് വെച്ചിട്ട് അതിനെ അടിക്കുകയാണ് കേട്ടോ. അടിച്ചിട്ട് അതിൻ്റെ നടത്തം പെട്ടെന്നാക്കുക. ഇൻ ദി പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡർവില്ലെ there was a crowd, throng of human beings and animals. ത്രോങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തിക്കും തിരക്കും നിറഞ്ഞ ജനക്കൂട്ടത്തിനാണ് കേട്ടോ പറയുന്നത്, ത്രോങ്. അപ്പോൾ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, തിക്കും തിരക്കും നിറഞ്ഞ ജനക്കൂട്ടം, അതുപോലെ തന്നെ അനിമൽസും മൃഗങ്ങളും ഉണ്ട് കേട്ടോ ആ പബ്ലിക് സ്ക്വയറിൽ. ഹോച്ചിക്കം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോഡർവില്ലെ ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവേർഡ്സ് ദി പബ്ലിക് സ്ക്വയർ. അപ്പോൾ ഹോച്ചിക്കം എന്നുള്ളത് ക്യാരക്ടർ നെയിമാണ് കേട്ടോ. അദ്ദേഹം ഗോഡർവില്ലയിൽ ഇപ്പം എത്തിയിട്ടുള്ളൂ. അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത് പബ്ലിക് സ്ക്വയറിൻ്റെ അവിടേക്കാണ്. ദെൻ ഹീ സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്, ഒരു ചെറിയൊരു ചരടിൻ്റെ കഷ്ണം ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു. ഹീ തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓൺ ടു ബി പിക്ഡ് അപ്പ്. അപ്പോൾ അദ്ദേഹത്തിനൊരു തോട്ടുണ്ട്, ഒരു വിചാരമുണ്ട്, എന്ത് നമുക്ക് ഉപകാരപ്പെടുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ എടുക്കണം. ഹീ ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോഡ് ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് ബിഗെയിൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. അപ്പോൾ അദ്ദേഹം ആ നിലത്ത് കടന്നിട്ടുള്ള ആ ചെറിയ തിന്നായിട്ടുള്ള കോഡ്, ആ ചരട് കയ്യിലെടുത്തിട്ട് അതിങ്ങനെ റോൾ ചെയ്യാൻ തുടങ്ങി. കൈ വെച്ചിട്ട് ഇങ്ങനെ അത് ചുരുട്ടാൻ തുടങ്ങി, റോൾ ചെയ്യാൻ തുടങ്ങി. ദെൻ ഹി നോട്ടീസ്ഡ് മലാന്റൈൻ ഓൺ ദി ത്രഷ് ഹോൾഡ് ഓഫ് ഹിസ് ഡോർ ലുക്കിംഗ് അറ്റ് ഹിം. ത്രഷ് ഹോൾഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഉമ്മരപ്പടി. അപ്പോൾ അദ്ദേഹം പിന്നീട് നോട്ടീസ് ചെയ്യാൻ, മലാന്റൈനെ നോട്ടീസ് ചെയ്യണത് വേറൊരു ക്യാരക്ടറാണ്, അദ്ദേഹത്തിൻ്റെ എനിമി ആയിട്ടുള്ളൊരു ക്യാരക്ടർ കേട്ടോ. ഓൺ ദി ത്രഷ് ഹോൾഡ്, അയാളുടെ ഉമ്മരപ്പടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ലുക്കിംഗ് അറ്റ് ഹിം, അപ്പോൾ അദ്ദേഹം നോക്കുന്നത്, ഈ മലാന്റൈൻ നോക്കുന്നത് ആരെയാണ്? ഹോച്ചിക്കമ്മിനെ.
ദേ വർ ഓൺ ബാഡ് ടേംസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കാത്ത ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സാണ് കേട്ടോ. ഹോജികം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദിസ് ബൈ ഹിസ് എനിമി. ഇങ്ങനെ ഹോജികമിനെ അദ്ദേഹത്തിൻ്റെ എനിമി കാണേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് ഒരു മടി വന്നു. അതായത് അദ്ദേഹം ഈ നിലത്തുനിന്ന് പിക്ക് സ്ട്രിങ് എടുക്കുന്നത് ഈ മലാദീൻ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഷെയിം വന്നു. കാരണം ഇയാൾ അവരുടെ എനിമിയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടതിൽ അയാൾക്കൊരു ഷെയിം. ഓക്കെ, ഹി കൺസീൽഡ് ഹിസ് ഫൈൻഡ് ക്വിക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. കൺസീൽ എന്നുള്ള ടേമിൻ്റെ മീനിങ് മറക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ സ്ട്രിങ്, ഈ ചരട് മറച്ചു വെച്ചു, ഇദ്ദേഹം കാണാതിരിക്കാൻ പോക്കറ്റിൽ, ട്രൗസേഴ്സിൻ്റെ പോക്കറ്റിൽ പെട്ടെന്ന് മറക്കാൻ ശ്രമിച്ചു. ഹി പ്രിറ്റൻഡഡ് ടു ബി ലുക്കിംഗ് ഓൺ ദി ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. അപ്പോൾ അദ്ദേഹം പ്രിറ്റൻഡ് ചെയ്യാണ്, വേറെന്തോ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. അതായത് അപ്പോൾ ഹോജികം എങ്ങനെയാണ് നിൽക്കുന്നത്, അദ്ദേഹം ഇതൊന്നും അദ്ദേഹം അതൊന്നും എടുത്തിട്ടില്ല, ഞാനതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വേറെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രിറ്റൻഡ് ചെയ്ത് അങ്ങനെ നടിച്ച് നിൽക്കുകയാണ്. ദെൻ ഹി വെൻറ്റ് ടുവേർഡ്സ് ദി മാർക്കറ്റ്. പിന്നീട് അദ്ദേഹം മാർക്കറ്റിൻ്റെ അങ്ങോട്ട് നടന്നു. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദി നോയ്സി ക്രൗഡ്. പെട്ടെന്ന് അദ്ദേഹം ഈ ക്രൗഡിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് ആ നോയ്സി ക്രൗഡിൽ ലോസ്റ്റ് ആയിപ്പോയി. സൂൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വിജനമായി. പെട്ടെന്ന് തന്നെ ആ സ്ക്വയർ മൊത്തം വിജനമായി എന്ന് പറയുന്നത്. അറ്റ് ദി താവേൺ ദ ഗ്രേറ്റ് ഹോൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. അപ്പോൾ താവേൺ എന്നുള്ള ടേമിൻ്റെ മീനിങ് ഭക്ഷണശാല എന്നാണ് കേട്ടോ. പിന്നീട് ഭക്ഷണശാലയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഫുൾ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ ആപ്പിറ്റൈസിങ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ് റോസ് ഫ്രം ദി hearth which made everybody's mouth water. ആപ്പിറ്റൈസിങ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വിശപ്പുണ്ടാക്കുന്ന എന്നാണ് കേട്ടോ. ഓഡോ മീൻസ് സ്മെൽ, മണത്തിനാണ് ഓഡോ എന്ന് പറയുന്നത്. ഹാർത്ത് മീൻസ് നമ്മളുടെ ഈ അടുപ്പുണ്ടല്ലോ, അടുപ്പിനാണ് ഹാർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുപ്പിൻ്റെ അവിടുന്ന് ഒരു എല്ലാവരും വിശപ്പുണ്ടാക്കുന്ന, എല്ലാവരും കൊതിപ്പിക്കുന്ന ഒരു മണം വരികയാണ് കേട്ടോ. മീറ്റ് റോസ്റ്റ് ചെയ്ത ഒരു ഫ്ലേവേർഡ് മണം, കൊതിപ്പിക്കുന്ന ഒരു ഫ്ലേവേർഡ് മണം വരികയാണ്. വിച്ച് മെയ്ഡ് എവ്രിബഡീസ് മൗത്ത് വാട്ടർ. എല്ലാവരുടെയും വായിൽ വെള്ളം ഊറാൻ തുടങ്ങി ആ സ്മെല്ല് കേട്ടിട്ട്. ദ ഡിഷസ് വേർ പാസ്ഡ് ആൻഡ് എംപ്റ്റീഡ് ആസ് വേർ ദ ജഗ്സ് ഓഫ് സിൻഡർ. അപ്പോൾ ആ ഡിഷ് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കാലിയാവുന്നുണ്ടായിരുന്നു. ആസ് വേർ ദി ജഗ്സ് ഓഫ് സിൻഡേഴ്സ്. അത് പെട്ടെന്ന് കാലിയായി പോകുന്നുണ്ട്, അത്രയും ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. ദ പെസന്റ് ഡിസ്കസ്ഡ് ദി ക്രോപ്സ് ആൻഡ് ദിയർ പർച്ചേസസ് ആൻഡ് സെയിൽസ്. അപ്പോൾ ആ കൃഷിക്കാർ അവിടെ എന്താണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിളവെടുപ്പിനെ കുറിച്ച്, അവരുടെ ക്രോപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എത്ര വിറ്റു, എത്ര മേടിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ദ വെദർ വാസ് ഫ്ലേവറബിൾ ഫോർ ദി ഗ്രീൻ തിങ്സ് ബട്ട് നോട്ട് ഫോർ ദി വീറ്റ്. ഗോഡവില്ലയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ വീറ്റിന് പറ്റിയൊരു വെതർ അല്ല. സഡൻലി ദ ഡ്രം ബീറ്റ്സ് ഇൻ ദി കൺട്രി യാർഡ് ഔട്ട്സൈഡ് ദി താവേൺ. കൺട്രി യാർഡ് മീൻസ് നടുമുറ്റത്തിനാണ് കേട്ടോ കൺട്രി യാർഡ് എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ആ ഭക്ഷണശാലയുടെ നടുമുറ്റത്തിൻ്റെ ആ ഭാഗത്തുനിന്നൊരു ഡ്രമ്മിൻ്റെ മുഴക്കം കേൾക്കുകയാണ്. എവ്രിബഡി റോസ് എക്സെപ്റ്റ് എ ഫ്യൂ ആൻഡ് റാൻ ടു ദി ഡോർ ഓർ ടു ദി വിൻഡോ ദെയർ മൗത്ത് സ്റ്റിൽ ഫുൾ. എല്ലാവരും എണീറ്റു. അതിൽ കുറച്ച് പേരൊക്കെ പെട്ടെന്ന് ഓടിയിട്ട് ഡോറിൻ്റെ അടുക്കും വിൻഡോൻ്റെ അടുക്കൊക്കെ ഓടി ചെന്നു ഈ ഡ്രമ്മിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അവരുടെ മൗത്ത് ഇപ്പോഴും ഫുള്ളാണ്. ആ മീറ്റിൻ്റെ ടേസ്റ്റ് പറഞ്ഞല്ലോ അത്രയും ഫ്ലേവർഫുള്ളാണ്. അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മൗത്തൊക്കെ ഇപ്പോഴും ഫുള്ളാണെന്ന് വീണ്ടും പറയണം. After the public crier has ceased his drum beating, he called out in a jerky voice. അപ്പോൾ ഈ പബ്ലിക് ക്രയർ എന്ന് വെച്ചാൽ നിലവിളിക്കുന്ന വ്യക്തി. ഡ്രം ഇതാക്കുമ്പോൾ നോർമലി നമ്മൾ ഫിലിമുകളിലൊക്കെ കാണാറുണ്ടല്ലേ, ഒരു രാജഭരണത്തിലൊക്കെ ഡ്രം അടിച്ചിട്ട് എല്ലാവരെയും വിളിച്ചറിയിക്കുന്ന ആ രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ജർക്കിംഗ് വോയിസിൽ അദ്ദേഹം അനൗൺസ് ചെയ്യാണ് കേട്ടോ, കാര്യങ്ങൾ അനൗൺസ് ചെയ്യാണ്. ദിസ് ഈസ് ഹിയർ ബൈ മെയ്ഡ് നോൺ ടു ദി ഇൻഹെബിറ്റൻസ് ഓഫ് ഗോഡവില്ലെ ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസന്റ് അറ്റ് മാർക്കറ്റ്. There was lost this morning on the road between 9 and 10 o'clock a black leathered pocket book containing 500 francs and some business papers. The finders is requested to return the same with all haste to the mayor's office. There will be 20 francs reward. അപ്പോൾ ഇതാണ് അനൗൺസ്മെൻറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ദിസ് ഈസ് ഹിയർ ബൈ മെയ്ഡ് നോൺ ടു ദ ഇൻഹെബിറ്റൻറ്റ് ഓഫ് ഗോഡവില്ലെ ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസൻറ്റ് അറ്റ് ദി മാർക്കറ്റ്. ഇൻഹാബിറ്റൻസ് എന്ന് വെച്ചാൽ നിവാസികൾ. അപ്പോൾ ഗോഡവിലെ നിവാസികളും അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഉള്ള എല്ലാ വ്യക്തികൾക്കും അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ റോഡിൽ ഒരു സാധനം കളയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എത്ര മണിക്കാണ് പോയിട്ടുള്ളത്, 9 മണിൻ്റെയും 10 മണിൻ്റെയും ഇടയിലാണ്. അപ്പോൾ എന്താണ് സാധനം, എ ബ്ലാക്ക് ലെതേർഡ് പോക്കറ്റ് ബുക്ക്, ഒരു ബ്ലാക്ക് ലെതറിൻ്റെ കളറിലുള്ള പോക്കറ്റ് ബുക്ക്. എ പോക്കറ്റ് ബുക്ക് എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്നത് എ പേഴ്സ് ഓർ എ വാലറ്റ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സ് കാണാതായിട്ടുണ്ട്, അതിൽ 500 ഫ്രാങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് പേപ്പേഴ്സും ഉണ്ട്. ആരെങ്കിലും അത് കണ്ടെത്തുകയാണെങ്കിൽ മേയേഴ്സിൻ്റെ ഓഫീസിൽ കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. വേഗം, ഹേസ്റ്റ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വേഗത്തിൽ അത് കൊടുക്കണം. അതുപോലെ തന്നെ അത് കൊടുക്കുന്നവർക്ക് ദർ വിൽ ബി 20 ഫ്രാങ്ക്സ് റിവാർഡ്, 20 ഫ്രാങ്കിൻ്റെ റിവാർഡ് ഉണ്ടായിരിക്കും. ഇതാണ് അറിയിപ്പ്
തരുന്നത് കേട്ടോ. ദെൻ ദ മാൻ വെൻറ്റ് എവേ ആൻഡ് ദ പാസൻസ് ബിഗൻ ടു ടോക്ക് ഓഫ് ദിസ് ഇവൻറ്റ്. പിന്നീട് ആ വ്യക്തി അവിടുന്ന് പോയി, അനൗൺസ് ചെയ്ത വ്യക്തി അവിടുന്ന് പോയി. എന്നിട്ട് ഈ കൃഷിക്കാർ ഈ ഇവൻറ്റിനെ കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ഡിസ്കസ് ദ ചാൻസ് ഓഫ് ഫൈൻഡിങ് ഓർ നോട്ട് ഫൈൻഡിങ് ദി പോക്കറ്റ് ബുക്ക്. അപ്പോൾ അവരെന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, അത് കണ്ടെത്താനും കണ്ടെത്താതിരിക്കാനുമുള്ള ചാൻസുകൾ, ചിലപ്പോൾ കാണാം ചിലപ്പോൾ കാണാതിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യാണ്. They were finishing their coffee when a chief of the Zwandarm appeared. Zwandarm term means ആംഡ് പോലീസ് ഓഫീസർ. അവരെയാണ് സ്വൻഡാം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആയുധം എഴുതിയിട്ടുള്ള പോലീസ് ഓഫീസറിനെയാണ് സ്വൻഡാം എന്ന് ഫ്രഞ്ചിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ അവരുടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ കൃഷിക്കാർ അവരുടെ കോഫി ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസ് ഓഫീസർ എൻട്രി ചെയ്യണം. He inquired, "Is Mr. Hochikam here?" Hochikam, seated at the other end of the table, replied, "Here I am." അപ്പോൾ ആ പോലീസ് ഓഫീസർ എന്താണ് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈസ് മിസ്റ്റർ ഹോച്ചിക്കം ഹിയർ, ഹോച്ചിക്കം ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹോച്ചിക്കം ആ ടേബിളിൻ്റെ എൻറ്റിലുള്ള ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ ഇവിടെ ഉണ്ട്. ആൻഡ് ദ ഓഫീസർ റിസ്യൂംഡ്, "മിസ്റ്റർ ഹോച്ചിക്കം, വിൽ യു പ്ലീസ് അക്കമ്പനി മീ ടു ദി മേയേഴ്സ് ഓഫീസ്." ഓഫീസർ വീണ്ടും ചോദിക്കുകയാണ്, ഹോച്ചിക്കം നിങ്ങൾ എൻ്റെ കൂടെ മേയേഴ്സിൻ്റെ ഓഫീസിലൊന്ന് പോരുമോ? "ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു." മേയറിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ദ പാസൻറ്റ്, സർപ്രൈസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്, സെറ്റ് ഔട്ട് റിപ്പീറ്റിംഗ്, "ഹിയർ ഐ ആം, ഹിയർ ഐ ആം." അപ്പോൾ ഹോച്ചിക്കം ഒരു പെസൻ്റ് ആണ്, അതായത് ഹോച്ചിക്കം ഒരു കൃഷിക്കാരനാണ് കേട്ടോ. അപ്പോൾ ആ ഹോച്ചിക്കമ്മിനാണ് ഇവിടെ പെസൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കൃഷിക്കാർ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെട്ട് ഭയങ്കര അസ്വസ്ഥതമായി. അതുപോലെ തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം സീറ്റഡ് ഓൺ എൻ ആം ചെയർ. അപ്പോൾ മേയർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, ഒരു ഇരിപ്പിടത്തിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. He was a stout, serious man who spoke in pompous phrases. അപ്പോൾ അദ്ദേഹം ഭയങ്കര സ്റ്റൗട്ട് എന്ന് വെച്ചാൽ തടിച്ചിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പോംപസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഗൗരവമേറിയ ഫ്രേസിലൂടെ ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. "Mr. Hochikam," said he, "you were seen this morning to pick up on the road the lost pocket book." മിസ്റ്റർ ഓച്ചിക്കം, നിങ്ങൾ ഈ രാവിലെ എന്തോ റോട്ടിൽ നിന്ന് കളഞ്ഞു പോയത് എടുക്കുന്നതായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. ആ പോക്കറ്റ് ബുക്കാണ് നിങ്ങൾ എടുക്കുന്നതായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. അതായത് ആ പേഴ്സ് ഇദ്ദേഹം എടുത്തിട്ടുണ്ട് എന്ന് അറിയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ മേയർ പറയുന്നത് കേട്ടോ. ദ കൺട്രി മാൻ വാസ് അസ്റ്റൗണ്ടഡ്. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടിട്ട് അസ്റ്റൗണ്ടഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അമ്പരന്നു എന്നാണ് കേട്ടോ. കൺട്രിമാൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദേശവാസി എന്നാണ് കേട്ടോ. അപ്പോൾ ഹോച്ചിക്കം ഇത് കേട്ടിട്ട് അമ്പരന്നു എന്നാണ് പറയുന്നത്. ഹി ലുക്ഡ് അറ്റ് ദി മേയർ. അദ്ദേഹം മേയറിനെ നോക്കി. ഹി വാസ് ടെറിഫൈഡ് ബൈ ദി സസ്പീഷ്യൻ റെസ്റ്റിംഗ് ഓൺ ഹിം. സസ്പീഷ്യൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് സംശയം. ടെറിഫൈഡ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഭയപ്പെടുത്തി. ഈ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉള്ളത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ഭയന്നു. മീ പിക്കപ്പ് ദി പോക്കറ്റ് ബുക്ക്. ഞാനോ ആ പോക്കറ്റ് ബുക്ക് ഞാൻ എടുക്കേ. പോക്കറ്റ് ബുക്ക് എന്ന് വെച്ചാൽ ആ വാലറ്റ് ആണ് കേട്ടോ. ആ പേഴ്സ് ഞാൻ എടുക്കേ. യെസ്, യുവർ സെൽഫ്. അപ്പോൾ മേയർ പറയണം, അതെ നിങ്ങൾ തന്നെ. വേർഡ് ഓഫ് ഓണർ, ഐ നെവർ ഹിയർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം ബഹുമാനത്തോട് പറയണം, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഐ നെവർ ഹിയർഡ് ഓഫ് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ബട്ട് യു വർ സീൻ, പക്ഷെ നിങ്ങളെ അങ്ങനെ കാണപ്പെട്ടു എന്ന് മേയർ പറയണം കേട്ടോ. ഐ വാസ് സീൻ, മീ. ഹൂ സേ ഹീ സോ മീ. എന്നെ കണ്ടെന്നോ? എന്നെയോ? ആര് ആണ് കണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ. മിസ്റ്റർ മലാൻറ്റൈൻ, ദ ഹാർനസ് മേക്കർ. ഹാർനസ് മേക്കർ ഈസ് someone who craft and repairs harness and related equipments for horse. ഈ കുതിരക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഹാർനസ് മേക്കർ. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. അപ്പോൾ ഈ ഹോച്ചിക്കമ്മിന് ഇത് മനസ്സിലാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. ഹി സോ മീ പിക്ക് അപ്പ് ദിസ് സ്ട്രിങ് ഹിയർ, യുവർ ഹോണർ. അപ്പോൾ അദ്ദേഹം താഴ്മയായിട്ട് ഈ മേയറോട് പറയണം, അയാൾ കണ്ടത് ഞാൻ ഈ ചരട് എടുക്കുന്നതാണ്. ആൻഡ് റാമേജിങ് ഇൻ ഹിസ് പോക്കറ്റ് ഹി ഡ്രൂ ഔട്ട് ദി ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. റാമേജിങ് മീൻസ് ടു സെർച്ച് ഹേസ്റ്റ്ലി. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് ഈ പീസ്, ആ ചരടിൻ്റെ പീസ് എടുക്കുകയാണ് കേട്ടോ. ബട്ട് ദി മേയർ, ഇൻക്രാച്ചുലസ്, ഷുക്ക് ഹിസ് ഹെഡ്. ഇൻക്രാച്ചുലസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് അവിശ്വസനീയമായ, അതായത് ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ മേയർ തലാട്ടുകയാണ്. You will not make me believe, Mr. Hochikam and Mr. Maladin, who is a man worthy of, mistook this code for a pocket book. ക്രീഡൻസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വിശ്വസ്തത. അപ്പോൾ മലാദീനെ പോലെ വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തി ചരടെടുത്തതിന് പകരം പോക്കറ്റ് ബുക്ക് എടുത്തു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലാട്ടോ പറയുന്നത്. After picking up the object, you stood there, looking a long while in the mud to see if the piece of money had fallen out. അപ്പോൾ നിങ്ങൾ ആ ഇത് ചരടെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അവർ ആരോപിക്കുന്നത്. എന്തെങ്കിലും മണി അവിടെ ചാടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലോ നിങ്ങൾ നിന്നത് എന്നാണ് കേട്ടോ ആരോപിക്കുന്നത്. The good old man choked with indignation and fear.
ഇൻഡിഗ്നേഷൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് രോഷം എന്നാണ്, ദേഷ്യം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ആ നല്ലവനായിട്ടുള്ള മനുഷ്യൻ അവിടെ വിറച്ച് ദേഷ്യം കൊണ്ടും അതുപോലെ തന്നെ പേടി കൊണ്ടും വിറച്ചു നിന്നു. ഹൗ ക്യാൻ എനി വൺ ടെൽ സച്ച് ലൈ ടു ടേക്ക് അവേ എൻ ഹോണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ? എങ്ങനെ ഒരു വ്യക്തിക്ക്, ഒരു നല്ല സത്യസന്ധനായിട്ടുള്ളൊരു ആളുടെ പ്രശസ്തി ഇല്ലാതാക്കാൻ പറ്റും? ഇങ്ങനെ നുണ പറഞ്ഞിട്ട് ഇല്ലാതാക്കാൻ പറ്റും. ദർ വാസ് നോ യൂസ് ഇൻ ഹിസ് പ്രൊട്ടസ്റ്റിംഗ്, നോ ബഡി ബിലീവ്ഡ് ഹിം. അദ്ദേഹം ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആരും അതൊന്നും വിശ്വസിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കുകയാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ് കേട്ടോ എന്ന്. പക്ഷെ ആരും അതൊന്നും വിശ്വസിച്ചില്ല. ഹി വാസ് കൺഫ്രോണ്ടഡ് വിത്ത് മലാന്റൈൻ ഹു റിപ്പീറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഹിസ് അഫർമേഷൻ. അപ്പോൾ ഈ മലാന്റൈൻ അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിച്ചിട്ടും നിലനിർത്തിയിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. അതായത് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട്, സത്യമാണ് ഞാൻ പറയുന്നതെന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് അദ്ദേഹം ഈ അഫർമേഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ് ഹോജിക്കം വാസ് സെർച്ച്ഡ്, നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. അപ്പോൾ മലാന്റൈൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഹോജിക്കമിനെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒന്നും ഫൗണ്ട് ചെയ്തില്ല, ഒന്നും കിട്ടിയില്ല. ഫൈനലി ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ് ഡിസ്ചാർജ്ഡ് ഹിം. പെർപ്ലെക്സ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ആശയക്കുഴപ്പത്തിലാവുന്നതിനാണ് കേട്ടോ, പെർപ്ലെക്സ്ഡ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ഫൈനലി ഇത് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ആശയക്കുഴപ്പത്തിലായി മേയർ. എന്നിട്ട് ഇദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു, ഹോച്ചിക്കമ്മിനോട് പോകാൻ പറഞ്ഞു. As he left the mayor's office, the old man was surrounded and questioned by the villagers. അപ്പോൾ മേയറിൻ്റെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയം തന്നെ അദ്ദേഹത്തെ, ഈ ഹോച്ചിക്കമ്മിനെ ഈ വില്ലേജിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യണം, എന്തിനാണ് വിളിപ്പിച്ചത്, എന്താ ചോദിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഹി ബിഗൻ ടു ടെൽ ദി സ്റ്റോറി ഓഫ് ദി സ്ട്രിങ്. അപ്പോൾ അദ്ദേഹം ഈ ചരടിൻ്റെ കാര്യം ഇവരോടൊക്കെ, ഈ വില്ലേജിലുള്ളവരോടൊക്കെ പറയാണ്. നോ വൺ ബിലീവ്ഡ് ഹിം. പക്ഷെ ആരും വിശ്വസിച്ചില്ല, ചരടാണ് എടുത്തത് എന്ന് ആരും വിശ്വസിച്ചില്ല. ദേ ലാഫ്ഡ് അറ്റ് ഹിം. അദ്ദേഹം പറഞ്ഞതൊക്കെ എല്ലാവരും ചിരിച്ചു തള്ളി. He went along, stopped his friends, showing his pockets turned inside out to prove that he had nothing. അദ്ദേഹം ഇവർ ഈ പറഞ്ഞു ചിരിക്കുന്നവരെ പോയി കൂട്ടുകാരൊക്കെ തടഞ്ഞു നിർത്തി തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത്. ദേ സെഡ് ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്. അപ്പോൾ അവർ കളിയാക്കിയിട്ട് ഒപ്പോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ദ നെക്സ്റ്റ് ഡേ അബൌട്ട് 1 o'clock in the afternoon, an employee in a shop returned the pocket book. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചശേഷം 1 മണിയൊക്കെ ആയപ്പോൾ ഒരു എംപ്ലോയി, ഷോപ്പിലുണ്ടായിരുന്ന ഒരു എംപ്ലോയി ഈ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ചെയ്യാണ്, ഈ പേഴ്സ് റിട്ടേൺ ചെയ്യാൻ കേട്ടോ. ദ മാൻ ക്ലൈംഡ് ടു ഹാവ് ഫൗണ്ട് ദ ഒബ്ജക്റ്റ് ഇൻ ദി റോഡ്. അപ്പോൾ ആ റിട്ടേൺ ചെയ്ത വ്യക്തി പറയുന്നത് ഇത് റോട്ടിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. നോട്ട് നോയിങ് ഹൗ ടു റീഡ്, ഹി ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നറിയാതെ അദ്ദേഹത്തിൻ്റെ എംപ്ലോയറിന് ഈ സംഭവം കൊടുക്കുകയാണ് കേട്ടോ. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദി നെയ്ബർഹുഡ്. ആ വാർത്ത അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തൊക്കെ പരന്നു. ഹോച്ചിക്കം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഹോച്ചിക്കത്തിനോട് ഇത് അറിയിക്കുകയും ചെയ്തു, അതായത് ഹോച്ചിക്കത്തിന് ഈ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തു. ഹി ഇമീഡിയറ്റ്ലി ബിഗൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ കഥ ഒരു റീകൗണ്ട് എല്ലാവരോടും പറയാൻ തുടങ്ങി. ഈ സന്തോഷത്തിൻ്റെ ക്ലൈമാക്സിലൂടെ അദ്ദേഹം എല്ലാവരോടും ഈ കഥ പറയാൻ തുടങ്ങി. അതായത് ഇത് കിട്ടിയിട്ടുണ്ട്, വേറൊരു വ്യക്തിക്ക് റോട്ടിൽ നിന്നാണ് കിട്ടി, അങ്ങനത്തെ ക്ലൈമാക്സോടുകൂടി അദ്ദേഹം ഈ കഥ എല്ലാവരോടും പറയാൻ തുടങ്ങി. ഹി വാസ് ഇൻ ട്രയാം. ട്രയാം മീൻസ് വിജയം. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഭയങ്കര വിജയമായിരുന്നു. ബാക്കിയുള്ള അദ്ദേഹം അല്ലല്ലോ ചെയ്തത് എന്ന് ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞല്ലോ. ഹി ടോക്ഡ് ഓഫ് ഹിസ് അഡ്വെഞ്ചർ ഓൾ ഡേ ലോങ്. അദ്ദേഹത്തിൻ്റെ ഈ അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യം എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദി ഹൈവേ ടു പീപ്പിൾ ഹു വർ പാസിംഗ് ബൈ. നടന്നു പോകുന്ന എല്ലാ യാത്രക്കാരോടും അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In the wine shop to people who were drinking there and to person coming out of church the following Sunday. വൺ ഷോപ്പിലോട്ട് ഡ്രിങ്ക് ചെയ്യാൻ പോകുന്നവരോടും അതുപോലെ തന്നെ സൺഡേ ചർച്ചിൽ നിന്ന് പുറത്ത് വരുന്നവരോടൊക്കെ അദ്ദേഹം ഈ കഥ പറയാൻ തുടങ്ങി. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. സ്ട്രേഞ്ചേഴ്സിനൊക്കെ നിർത്തിവെച്ച് അദ്ദേഹം ഈ കഥ അവരോടും പറയാൻ തുടങ്ങി. ഹി വാസ് കാം നൗ ആൻഡ് ഇറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. അദ്ദേഹം ഇപ്പോൾ ശാന്തനാണ്, പക്ഷേ എന്തോ ഒന്ന് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹാഡ് ദി എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. അദ്ദേഹം പറയുന്ന സ്റ്റോറി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ തമാശയാക്കിയിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരത് തമാശയാക്കി കളയാണ്. ദേ ഡിഡ് നോട്ട് സീം കൺവീൻസ്ഡ്. ആ ജനങ്ങൾക്കൊന്നും അത് ബോധ്യപ്പെട്ടതായി തോന്നിയിരുന്നില്ല. ഹി സീംഡ് ടു ഫീൽ ദാറ്റ് റിമാർക്സ് വർ ബീങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. തൻ്റെ പുറകിൽ നിന്ന് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ദ നെക്സ്റ്റ് ട്യൂസ്ഡേ ഹി വെന്റ് ടു ദി മാർക്കറ്റ് അറ്റ് ഗോഡോവില്ലെ ജസ്റ്റ് ടു ഡിസ്കസ് ദി കേസ്. അടുത്ത ചൊവ്വാഴ്ച ഈ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം ഗോഡോവില്ലയിലെ മാർക്കറ്റിലോട്ട് പോയി. മലാന്റൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ ബിഗെയിൻ ടു ലാഫ് ഓൺ സീയിങ് ഹിം പാസ്. അപ്പോൾ മലാന്റൈൻ അദ്ദേഹത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് ഇദ്ദേഹം പാസ് ചെയ്ത് പോകുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ. വെൻ ഹി വാസ് സീറ്റഡ് അറ്റ് ദി ടേബിൾ ഇൻ ദി താവ്രീൻ ഹി ബിഗെയിൻ ടു എക്സ്പ്ലെയിൻ ദി അഫെയർ. അദ്ദേഹം ആ ഭക്ഷണശാലേൻ്റെ ടേബിളിൽ ഇരിക്കുമ്പോൾ പിന്നീടും ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ. എ ഹോഴ്സ് ഡീലർ കം ഔട്ട് ടു ഹിം
Come, old fellow. That's an old trick. I know all about your piece of string. അപ്പോൾ ഒരു ഹോഴ്സ് ഡീലർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയണം, വരൂ ഓൾഡ് ഫെല്ലോ, ഇതൊരു പഴയ ട്രിക്കാണ്, എനിക്കറിയാം നിന്റെ പീസ് ഓഫ് സ്ട്രിങ്, അതായത് ആ ചരടിന്റെ സ്റ്റോറിയൊക്കെ എനിക്കറിയാം. ഹോച്ചികം സ്റ്റാമേർഡ്, ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്. ഹോച്ചികം ഇത് കേട്ടിട്ട് വിൽക്കാൻ തുടങ്ങി. ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്, അതായത് പേഴ്സ് കിട്ടിക്കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഹോച്ചികം മറുപടി പറയുന്നത്. ദ other man replied, shut up, there is one that finds and there is one that reports. At any rate you are mixed up with it. അപ്പോൾ വേറൊരു വ്യക്തി പറയാണ് ഷട്ട് അപ്പ്, എന്തായാലും അത് കണ്ടെത്തിയ ഒരാളുണ്ട്, അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയുമുണ്ട്. അറ്റ് എനി റൈറ്റ് യു ആർ മിക്സ്ഡ് അപ്പ് വിത്ത് ഇറ്റ്, എന്ത് കാരണവശാലും നിങ്ങൾ അതിൽ മിക്സ്ഡ് അപ്പ് ആയിട്ടുണ്ട്, നിങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദ പാസൻറ്റ് സ്റ്റുഡ് ചോക്കിംഗ്, ആ കർഷകൻ ഇത് കേട്ടിട്ട് വിറച്ചുകൊണ്ടിരുന്നു. ഹി അണ്ടർസ്റ്റുഡ്, അയാൾക്ക് മനസ്സിലായി. ദേ അക്യൂസ്ഡ് ഹിം ഓഫ് ഹാവിംഗ് ദി പോക്കറ്റ് ബുക്ക് റിട്ടേൺഡ് ബൈ എ അക്കംപ്ലിസ്. അക്കോംപ്ലസ് മീൻസ് കൂട്ടാളി. അപ്പോൾ അവർ കുറ്റപ്പെടുത്താണ് ഇദ്ദേഹം ആ പോക്കറ്റ് ബുക്ക് ഒരു കൂട്ടാളി മുഖേന തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഹി ട്രൈഡ് ടു പ്രൊട്ടസ്റ്റ്, അദ്ദേഹം അത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓൾ ദ ടേബിൾ ബിഗെയിൻ ടു ലാഫ്, ആ ടേബിളിലുള്ള എല്ലാ വ്യക്തികളും ഇത് കേട്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ ആൻഡ് വെന്റ് എവേ ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ജിയേഴ്സ്. ജിയേഴ്സ് മീൻസ് പരിഹാസം, മിഡ്സ് എന്ന് വെച്ചാൽ നടുവിൽ. അയാൾക്ക് ആ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അയാൾ ഈ പരിഹാസത്തിന് ഇടയിൽ തന്നെ എണീറ്റ് പോയി. ഹി വെന്റ് ഹോം അഷേംഡ് ആൻഡ് ഇൻഡിഗ്നന്റ്, ചോക്കിംഗ് വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ. ഇൻഡിഗ്നന്റ് മീൻസ് കോപം. അപ്പോൾ അദ്ദേഹത്തിന് ലജ്ജയും കോപവും അതുപോലെ തന്നെ ദേഷ്യവും കൺഫ്യൂഷനും ഒക്കെ കൊണ്ട് അദ്ദേഹം വീട്ടിൽ പോയി. ഹിസ് ഇന്നസെൻസ് വാസ് ഇംപോസിബിൾ ടു പ്രൂവ്, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഹി വാസ് സ്ട്രൈക്കൺ ടു ദി ഹേർട്ട് ബൈ ദി ഇൻജസ്റ്റിസ് ഓഫ് സസ്പീഷ്യൻ. ഈ സംശയത്തിൻ്റെ ആ പ്രകൃതം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവേൽപ്പിച്ച പോലെയായിട്ടോ. ദെൻ ഹി ബിഗെയിൻ ടു റീകണ്ട് ദ അഡ്വെഞ്ചർ അഗെയിൻ, പ്രൊലോങ്ങിങ് ഹിസ് ഹിസ്റ്ററി എവ്രി ഡേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ സാഹസികത, നടന്നിട്ടുള്ള സംഭവം വീണ്ടും വിവരിക്കാൻ തുടങ്ങി. പ്രൊലോങ്ങിങ് ഹിസ് ഹിസ്റ്ററി എവ്രി ഡേ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഹിസ്റ്ററി എല്ലാ ദിവസവും ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ തുടങ്ങി, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ഈച്ച് ടൈം ഹി ഹാഡ് എ ന്യൂ റീസൺ, മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻ, മോർ സോലം ഔട്ട്സ്. സോളം എന്നുള്ള ടേമിൻ്റെ മീനിങ് ഗംഭീരം. അപ്പോൾ അദ്ദേഹം ഓരോ തവണ പുതിയ കാരണങ്ങൾ കണ്ടെത്തി, അതേപോലെ പുതിയ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി, പുതിയ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഇതിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അഡ്വെഞ്ചറിനെ കുറിച്ച് അദ്ദേഹം വീണ്ടും നല്ല വാക്കുകളിലൂടെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ആഡ് ചെയ്യാൻ തുടങ്ങി. ദോസ് ആർ ലൈങ് എക്സ്ക്യൂസ് ദേ സെഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. ഇതൊക്കെ ഒരു തെറ്റായ കാരണങ്ങളാണ് എന്ന് ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വെച്ചിട്ട് പറയാൻ തുടങ്ങി. The pupil now made him talk about this string to amuse them. അമ്യൂസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് രസിപ്പിക്കാൻ. ആളുകൾ അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് ഈ ചരടിൻ്റെ കഥ വീണ്ടും പറയാറുണ്ട് കേട്ടോ. ഹിസ് മൈൻഡ് ടച്ചിങ് ടു ദി ഡെപ്ത് ബിഗെയിൻ ടു വീക്കൻ. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആഴത്തിലിങ്ങനെ പതിഞ്ഞിട്ട്, അതായത് ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ കുറ്റാരോപിതനായി നിൽക്കുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാണ്ട് ക്ഷയിപ്പിച്ചു. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഡിസംബർ ഹി ടുക്ക് ടു ഹിസ് ബെഡ്. ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡിലോട്ട് കിടപ്പിലായി എന്ന് പറയുന്നത്. ഹി ഡൈഡ് ഇൻ ദി ഫസ്റ്റ് ഡേ ഓഫ് ജാൻവരി ഫസ്റ്റ് ഡേ അദ്ദേഹം മരണപ്പെട്ടു. ആൻഡ് ഇൻ ദി ഡെലേറിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ് ഹി കെപ്റ്റ് കാമിങ് ഹിസ് ഇന്നസെൻസ്. ഡെലേറിയം എന്നുള്ള ടേമിൻ്റെ മീനിങ് എ സ്റ്റേറ്റ് ഓഫ് ഡിസ്റ്റർബ്ഡ് മൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ പോരാട്ടത്തിൻ്റെ ടൈമിലും അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടേയിരുന്നു, കാരണം അത് അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Reiterating, a piece of string, look here it is, your honor, the mayor. Reiterating എന്നുള്ള ടേമിൻ്റെ മീനിങ് ആവർത്തിക്കുക. അപ്പോൾ മരണക്കിടക്കയിൽ വെച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മനസ്സിൽ നിന്ന് പോവാഞ്ഞിട്ടാണ് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. എ പീസ് ഓഫ് സ്ട്രിങ്, ആ ചരടിൻ്റെ ഒരു പീസ്, ആ ചരടിൻ്റെ ഒരു പീസ്, ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, അതെൻ്റെ കയ്യിലുണ്ട്, യുവർ ഹോണർ ദ മേയർ, ഇതാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്. അപ്പോൾ ആ ഒരു കുറ്റാരോപിതനായിട്ടുള്ള സിറ്റുവേഷൻ അദ്ദേഹത്തെ ഇത്രയും ബാധിച്ചിട്ടുണ്ട്. മരിക്കുമ്പോൾ പോലും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തിയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എ പീസ് ഓഫ് സ്ട്രിങ് എന്നുള്ള സ്റ്റോറി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മളുടെ SSLCയുടെ ഇംഗ്ലീഷിലെ പാർട്ട് 1 ഇവിടെ ഫിനിഷ് ആവുന്നതാണ് ഈ ചാപ്റ്ററോട് കൂടി. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്ററിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.